പ്രാർത്ഥനയോടെ നമ്മെ അനുഗ്രഹിക്കുവാനായി എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരുണി ഈശോയെ നോക്കാം. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും ആത്മാർത്ഥതയോടെ ഈ നിമിഷം ഈശോയെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കരങ്ങളൊന്ന് മടിയിൽ തുറന്നു വെച്ചോ, ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് നോക്കാം. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ കർത്താവിനെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ഈശോയെ, അങ്ങയുടെ പ്രിയ മക്കളിതാ അങ്ങ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം നിന്നെ നോക്കി സന്തോഷിക്കുന്ന നിമിഷങ്ങളാ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി എന്ന് സ്വർഗം നമ്മെ നോക്കി പറയുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാക്കണമേ. ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ നിന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു സാന്നിധ്യമായി മാറുവാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈശോയുടെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന നിയോഗങ്ങളെ നമ്മളിതാ അൾത്താരയിലേക്ക് എടുത്തു വെച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഈ നിമിഷം നീ ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്, അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒഴുകിയിറങ്ങുന്ന വലിയ കൃപയുടെ നിമിഷമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഇതാ നീ ഒന്ന് മനസ്സ് തുറന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് നിന്റെ നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച്, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. കർത്താവേ, എല്ലാവരും അറിയുന്ന ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ഈ നിമിഷം നിന്റെ നിയോഗത്തെ മനസ്സിലോർത്തേ ഈ അൾത്താരയിൽ ഈശോയുടെ സന്നിധിയിലേക്ക് അങ്ങ് ചേർത്ത് വെച്ച്. ഈശോയ്ക്കൊന്നും അസാധ്യമല്ല കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്നോർത്തോ. ഇവിടെ കുടുംബങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചോ. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി പേര് നൽകിയൊരു നിർദ്ദേശമാണ്, ഒരു നിയോഗമാണ്, ഒത്തിരി പേരുടെ പ്രാർത്ഥന നിയോഗമാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങൾ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഒന്ന് മനസ്സിലോർത്തേ. തൊഴിൽ മേഖല, ബിസിനസ് മേഖല, വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ വഴിയായിട്ട് നിന്റെ സങ്കേതത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 1-ാം തിരുവചനം, കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവരെ അനുഗ്രഹിച്ചു. കർത്താവ് എല്ലാ കാര്യങ്ങളിലും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. തീർച്ചയാണ് ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്താൽ, കൃപകളാൽ ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാനായി നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഐശ്വര്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ,
മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, ഫലസമൃദ്ധമാക്കുന്നു, അതൊന്നും തിരിച്ചു പോകുന്നില്ല. അതുപോലെ കർത്താവിൻ്റെ വചനം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകളിലൂടെ അഭിഷേകമായി, അനുഗ്രഹമായി, ഫലം നൽകുവാൻ പാകത്തിന് കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരും ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, വചനത്താൽ എന്നെ നിറയ്ക്കണമേ. തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല. നീ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവന്, നിന്നെ അനുഗ്രഹിക്കുന്നവനാ നിന്റെ ഈശോ. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ കരങ്ങൾ കുപ്പിപ്പിടിച്ച് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവികാരുണീശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂഗണമേ വത്സലസുധരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.